ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന നല്ലൊരു സാലോൺ ഡേറ്റ് വ്ളോഗായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എല്ലാ മാസവും ചെയ്യുന്നൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു പാർലർ ചൂസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു പാക്കേജ് എടുത്ത് ഒരു 2 hours ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ പാർലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു പാർലർ ഞാൻ എല്ലാ മാസം പോകുമ്പം ഡിഫറെൻറ്റ് പാർലറായിരിക്കും പോവുക. പക്ഷെ കഴിഞ്ഞ വർഷം പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സർവീസും അടിപൊളിയാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ ജെല്ലിഷ് പെഡിക്യൂർ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് 1 മാസത്തെ കൂടുതൽ ഈ പെഡിക്യൂർ നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അവിടെ തന്നെ പോവാം. എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ പെഡിക്യൂർ ഈ ജെല്ലിഷ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. ഇപ്പോൾ സമയം 1 മണി അടുപ്പിച്ചായി. അപ്പോൾ നേരെ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുമായിരിക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പാർക്കിൽ പോകും. അപ്പോൾ കം ലെറ്റ്സ് ഗോ. ലിഫ്റ്റ് വരാൻ കുറച്ച് സമയം എടുക്കുന്ന തോന്നുന്നു. ഞാൻ ഇന്ന് ഒറ്റക്കല്ല, ഹസ്ബൻഡും ഉണ്ട് ആസ് യൂഷ്വൽ. അപ്പോൾ റിജിൽ താഴെ നിൽക്കുന്നുണ്ട്. ലിഫ്റ്റിൽ വരാതെ കുറേ സമയം ലിഫ്റ്റ് വരുന്നില്ല. നമുക്ക് സ്റ്റെയർസ് യൂസ് ചെയ്യാം. എൻ്റെ വ്ളോഗിന് ഹായ് പറഞ്ഞു. ഹായ്. നമ്മൾ അവിടെ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഇത് അതുപോലെ ഇടും കേട്ടോ. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ദേപ്പുട്ടിലാണ്. ഞാൻ ദേപ്പുട്ടിലെ മീൽസ് ഇതുവരെ കഴിച്ചില്ല. അപ്പൊ ഞാൻ മീൽസ് കഴിക്കാം. തിരക്കുണ്ടോന്ന് അറിയില്ല. തിരക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിരക്കുണ്ടെന്ന് നമുക്ക് കാത്തുക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 1 മണിക്കാണ് പുറത്തിറങ്ങിയെന്ന്. പക്ഷെ 1 മണീൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഭയങ്കര കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ നട്ടപ്പൊരി വെയിലത്തടക്കം നമുക്ക് ഭയങ്കര ക്ഷീണവും ഭയങ്കര ഒരു കണ്ണിനുള്ള ഇറിറ്റേഷൻ ഒന്നുമില്ല. പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ലൈറ്റിംഗ് ആകുമ്പോൾ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഒരു എക്സ്ട്രാ എനർജി ആയിരിക്കും. നമ്മൾ താമസിക്കുന്ന റൂമും ദേപ്പുട്ടും തമ്മിലൊരു 10 മിനിറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ വിശക്കുന്നോ അപ്പം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. നമ്മൾ കറക്റ്റ് ലഞ്ച് ടൈമിന് എത്തിയോണ്ട് നമുക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അഥവാ തിരക്കായിരിക്കും, അവിടെ സീറ്റിംഗ് സ്പേസ് കിട്ടുമോ എന്നെല്ലാം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സർപ്രൈസിംഗ്ലി ഡോർ തുറന്നപ്പോൾ ഞാൻ അധികം ആരും കണ്ടില്ല. അതുകൊണ്ട് വേഗം ഏറ്റവും നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലം നോക്കി ഞാനും റിജിലും പോയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസാണ്. അത്യാവശ്യം കുറേ കറികളെല്ലാം ഉണ്ടായിരുന്നു. ഒരു മിനി സദ്യ എന്നെല്ലാം പറയാം. സദ്യ വിത്ത് ഫിഷ് കറി. അങ്ങനെ സാമ്പാർ ഭയങ്കര ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു. നല്ല കല്യാണത്തിന് നമ്മൾ പോയി കഴിക്കുന്ന സാമ്പാറില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള സാമ്പാർ. അതാ ഞാനിപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കല്യാണത്തിന് നമ്മൾ കഴിക്കുന്ന സാമ്പാർ പോലെ ഉണ്ട്. സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഞാൻ മീൻകറി അങ്ങനെ കഴിച്ചില്ല. അപ്പോൾ ഞാനത് കഷ്ണവും അതിൻ്റെ കുറച്ച് ചാറും എല്ലാം ഞാനെടുത്ത് റിജിലിന് കൊടുത്തു. റിജിൽ ഫിഷ് കറീൻ്റെ ആളാണ്. ഞാൻ സാമ്പാറാണ് എനിക്കിഷ്ടം. ഞാനിവിടെ പോയാലും സാമ്പാർ കൂട്ടിയിട്ടാണ് ചോറുന്നത്. ബാക്കി കറികളൊന്നും കുഴപ്പമില്ല. പക്ഷെ ചോറ് കുറച്ച് അധികം വെന്ത് പോയി. അതെനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഇങ്ങനെ വെന്ത ചോറ് എനിക്ക് കുറച്ച് കുരുപോലെ നിൽക്കണം. പായസം നമുക്ക് ആദ്യം കൊണ്ടുവച്ചില്ലായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് സ്ട്രെസ്ഡായിപ്പോയി ഞാൻ. ഇനി പായസം ഇല്ലേ, പായസം ഒന്നും കിട്ടൂലേന്ന് വെച്ചിട്ട്. അപ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് തീരാനാകുമ്പോഴത്തേക്കുണ്ട് അവർ പായസം കൊണ്ടുവച്ചു. അപ്പോൾ തരിപ്പായസം ഇല്ലേ, റവേനെ കൊണ്ടുണ്ടാക്കിയ പായസം തോന്നുന്നു. അപ്പം അത് ഞാൻ കുറച്ച് പപ്പടവും വെച്ച് കഴിച്ചു നോക്കി. അതും വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ മിക്ക സ്ഥലത്ത് സദ്യ കഴിക്കാൻ പോയാലും അല്ലെങ്കിൽ മീൽസ് കഴിക്കാൻ പോയാലും അവർ തരുന്ന പായസത്തിൽ ഭയങ്കര ഏലക്കായിൻ്റെ ഒരു കുത്തലുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് ഈ പായസത്തിന് അത്ര ഏലക്കായിൻ്റെ ഒരു ചൊയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ആസ്വദിച്ചിട്ട് തന്നെ കുടിച്ചത്. അങ്ങനെ ലഞ്ച് കഴിച്ചു. എങ്ങനെയുണ്ടായില്ല? അങ്ങനെ വയറെല്ലാം നിറഞ്ഞു. ഇനി ഇന്നത്തെ മെയിൻ പരിപാടി സാലോൺ ആണല്ലോ.
അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്ന പാർലറിൽ വിളിച്ച അപ്പോയിൻമെൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നൊരു തിങ്കളാഴ്ചയും ഒരു ഉച്ച സമയമാകുമ്പം നോർമലി പാർലേഴ്സിലെല്ലാം തിരക്ക് കുറവായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങലും സൂര്യൻ അതിൻ്റെ പണി ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രക്ക് വെയിലായിരുന്നു കുറച്ച് സമയത്തേക്ക്. പിന്നെ ഞാൻ പോകുന്നത് കരാമ സെൻറ്ററിലുള്ളൊരു പാർലറിലാണ്. അപ്പോൾ ഇവിടെ കുറേ പാർലേഴ്സ് ഉണ്ട്. ഇതിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള 204 ആണെന്ന് തോന്നുന്നു ആ നമ്പർ. ഞാൻ അവിടുത്തെ ഒരു പാർലറിൽ പോയത്. ഇവരെ ബ്രോഷർ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു നോക്കി. അപ്പോൾ ഇവർ വർക്ക്സ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, സ്പെഷ്യലി നെയിൽസിൻ്റെ. അങ്ങനെയാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി എനിക്ക് ഭയങ്കര അവരുടെ സർവീസ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത് അവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പാക്കേജ് ചൂസ് ചെയ്യും. പാക്കേജിൽ എന്തെല്ലാം സർവീസ് വേണമെന്ന്, പെഡിക്യൂർ, മാനിക്യൂർ, ത്രെഡിങ്, അങ്ങനെ കുറച്ച്. ഇപ്രാവശ്യം ഞാൻ ക്ലീനപ്പും കൂടി ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ ക്ലീനപ്പൊന്നും യൂഷ്വലി ചെയ്യാത്തൊരാളാണ്. പക്ഷേ ഞാൻ വെച്ചു ഇപ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചെയ്തത് ഫുഡ് സ്പാ ആണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഫുഡ് സ്പാ ചെയ്യൽ. ഇതിൽ ഓരോ എലമെൻറ്റും, ഇപ്പോൾ സ്ക്രബിങ് ആണെങ്കിലും മാസ്ക് ആണെങ്കിലും അവർ ലാസ്റ്റ് ഒരു മസാജ് ഉണ്ട്, അത് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇപ്പോൾ അവർ നല്ല ഉരച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കി തരും ശരിക്കും കാല്. ഇപ്പോൾ ഈ കാണുന്ന മസാജ് ഇല്ലേ, അത് കുറച്ചൊരു പെയിൻഫുള്ളാണ്. ചെയ്യുമ്പോഴുള്ള പെയിനേ ഉള്ളൂ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് കാലിന്. എൻ്റെ കാലിൽ ആ നെയിൽ പോളിഷ് കണ്ട, ബ്ലൂ നെയിൽ പോളിഷ്, ഇത് ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ അത് നോർമൽ ജെല്ലിഷല്ല, അത് നോർമൽ നെയിൽ പോളിഷാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഒരു മാസത്തിൽ കൂടുതൽ ഇൻടാക്റ്റായി നിന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നോർമലി നമ്മൾ നോർമൽ നെയിൽ പോളിഷ് ഇട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 4 days എല്ലാം കഴിയുമ്പോൾ അതൊന്ന് ചെറുങ്ങനെ പോയി തുടങ്ങും. പക്ഷെ ഇതിലൊന്നും പറ്റിയില്ല. എന്താ കാരണം എനിക്കറിയില്ല. ഈ ബുക്ക് നോക്കി ഒരു കളർ ചൂസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ റെഫറൻസ് കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് അത്ര കൺഫ്യൂഷൻ അടിക്കേണ്ടി വന്നില്ല. അങ്ങനെ എൻ്റെ ഫുഡ് സ്പാ കഴിഞ്ഞു. ഞാൻ കൊണ്ടുവന്ന റെഫറൻസ് അവർക്ക് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞവിടെ അവർ പെഡിക്യൂറിന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ കാലിന് നഖാന്നെങ്കിലും കയ്യിൽ നഖാന്നെങ്കിലും സ്ക്വയർ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഇടുമ്പോൾ നെയിൽ പോളിഷ് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ടൂ മച്ച് ലോങ്ങും ടൂ മച്ച് ഷോർട്ടും ആക്കില്ല, ഒരു മീഡിയം റേഞ്ചിൽ വെച്ചിട്ട് ഞാൻ അവരോട് കട്ട് ചെയ്തിട്ട് സ്ക്വയറിൽ ഫയൽ ചെയ്യാൻ പറയും. കുറേ സമയം ഞാൻ വന്നിട്ട്, അപ്പോൾ നിങ്ങൾക്കത് കണ്ണ് ശ്രദ്ധിച്ചറിയായിരിക്കും ഞാൻ ഭയങ്കര ടയർഡ്. ഇന്നലെ രാത്രി നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉറക്കം കിട്ടിയില്ല. അപ്പോൾ ഞാനിത് അവിടെ ഇരുന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നത്, അവരെന്ന് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാലിന് ഇത്ര ന്യൂഡ് കളർ നെയിൽ പോളിഷ് ഇടുന്നത്, ഇതുവരെ ഇട്ടില്ല. അവിടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഇത് ചെയ്തത്. ജെല്ലിഷ് നെയിൽ പോളിഷ് ഇങ്ങനെ ഈ മെഷീൻ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. നമുക്കിത് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമാവും. കാരണം നമ്മുടെ നഖത്തിൻ്റെ ഒരു ടോപ്പ് കോട്ട് അങ്ങനെ അതങ്ങ് പോകുന്നത് നമുക്കിങ്ങനെ വിസിബിളി കാണാൻ പറ്റും, നമ്മുടെ നഖം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ വിചാരിക്കും ഓക്കെ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ജെല്ലിഷ് ചെയ്യില്ല, നോർമൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഇതിൻ്റെ പെർഫെക്ഷനും ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഉള്ളത് കുറച്ച് ഹൈ ആയതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ജെല്ലിഷ് ചെയ്തു പോകും. അങ്ങനെ മുമ്പ് അപ്ലൈ ചെയ്ത ജെല്ലിഷ് എല്ലാവരും റിമൂവ് ചെയ്ത് കളഞ്ഞ് മാനിക്യൂറെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ജെല്ലിഷ് ചെയ്യണം. ജെല്ലിഷ് ബേസിക്കലി ലെയറിങ് അപ്പം നമ്മൾ ആദ്യം ട്രാൻസ്പെറൻറ്റ് ഇട്ട് UV റേസ് കാണിച്ച്, പിന്നെ നെയിൽ പോളിഷിന് 2 കോട്ടിട്ട് അതും UV റേസിൽ കാണിച്ച്, പിന്നെ ടോപ്പിൽ ഒന്നും കൂടി ട്രാൻസ്പെറൻറ്റ് ഇടും. അങ്ങനെ ജെല്ലിഷ് ചെയ്യുക. ബേസിക്കലി നമ്മളെ നെയിൽ പോളിഷ് ഹാർഡാക്കിയിട്ട് വെക്കുന്നതാണ് ഈ ജെല്ലിഷ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പെഡിക്യൂർ മാനിക്യൂറെല്ലാം കഴിഞ്ഞു. ക്ലീനപ്പ് എനിക്ക് അങ്ങനെ അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് അത് വേഗം കഴിയുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചൊരു റിസൾട്ട് വന്നില്ല. ത്രെഡിങ് എനിക്ക് ചെയ്യാൻ ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ഭയങ്കരമായിട്ട് എനിക്ക് വേദന എടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എല്ലാം ചെറുങ്ങനെ
സ്കിന്ന് പൊട്ടിയിട്ട് ചോരയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ജസ്റ്റ് എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതി. എനിക്ക് ആ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് ഈ ത്രെഡിങ് വേഗം കഴിയുകയും ചെയ്തു, അധികം വേദനയും എടുത്തില്ല. ഞാനാണെങ്കിൽ ത്രെഡ് ചെയ്യാനിരുന്നാൽ ഓരോ മിനിറ്റിലും മിറർ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ഷേപ്പ് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഷേപ്പ് മാറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം തിന്നായിട്ടാണോ എടുക്കുന്നത്. അപ്പം അത് കുറച്ചൊരു അനോയിങ് ആണ് ശരിക്കും. അവർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞാൻ ചെയ്ത ജെല്ലിഷ്. ഞാൻ എന്താണോ റെഫറൻസ് കാണിച്ചെടുത്തത് അതുപോലെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ മാസത്തെ സെൽഫ് പാമ്പറിങ് കഴിഞ്ഞു. എത്ര സമയം എടുത്തിട്ടുണ്ടോ? 2.5 മണിക്കൂറാ. 2.5 മണിക്കൂർ ഞാൻ ആ പാർലറിലായിരുന്നു. പക്ഷെ അടുത്ത അടിപൊളി സർവീസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, പെർഫെക്ഷൻ ആണ് അവരുടെ മെയിൻ. സാധനവും മേടിക്കണ്ട. നമ്മൾ ചായ കുടിച്ചത് വീഡിയോ എടുത്തില്ല, മറന്നുപോയി. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അപ്പം അത് മേടിക്കാൻ കയറി. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നു. പക്ഷെ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ബിക്കനേർ വാലയിലെ ജിലേബി അല്ലേ, നല്ല കാറ്റ് അല്ലേ? കാറ്റിനെ കുറിച്ച് അഭിപ്രായം എല്ലാരും ഇതിന്റെ അഭിപ്രായം കേട്ടല്ല. എനിക്കറിയില്ല, ഞാൻ പറയുന്നതല്ല ഓടി വിടാന്നോന്ന് വരെ അറിയില്ല. ഇവിടുത്തെ ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ജിലേബി എല്ലാം വാങ്ങിച്ചു പോകും. അങ്ങനെ ബിക്കനേർ വാലയിൽ നിന്ന് ജിലേബി എല്ലാം വാങ്ങിച്ച് നമ്മൾ റൂമിലേക്ക് പോകുന്നു. ഈ വീഡിയോന്റെ മെയിൻ കോണ്ടന്റ് സലോൺ ആണെങ്കിലും ലഞ്ച് ഡേറ്റും ജിലേബി വാങ്ങിക്കാൻ പോയതും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ഹോപ്പ് യു പീപ്പിൾ ലൈക്ക് ദിസ് വീഡിയോ. ബൈ.